തൃശൂർ കോഠാലിയിൽ പാമ്പ് കടിയേറ്റ് 8 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ഒപ്പം കടിയേറ്റ സഹോദരന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. 10 വയസ്സുകാരൻ അനോഷിനെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയേക്കും. അതേസമയം കുട്ടികൾക്ക് പാമ്പ് കടിയേറ്റ വീടിന് സമീപത്ത് വീണ്ടും പാമ്പിനെ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ പ്രദേശത്ത് വനം വകുപ്പ് ശുചീകരണം നടത്തി. അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കോടാലി വെള്ളിക്കുളങ്ങര സിൽജോ ജോൺസി ദമ്പതികളുടെ 10 വയസ്സുകാരൻ മകൻ അനോഷിന്റെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയുണ്ട് എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. കുട്ടി ഇന്നലെ കണ്ണു തുറന്നു. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും ആശുപത്രി അധികൃതർ മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ കുട്ടിയെ വെന്റിലേറ്റർ ഒഴിവാക്കി തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയേക്കും. പാമ്പുകടിയേറ്റ് മരിച്ച 8 വയസ്സുകാരൻ ആൽജോയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ വീണ്ടും വീടിന് സമീപത്ത് പാമ്പിനെ കണ്ടെത്തിയിരുന്നു. കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായ ശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ വീടും പരിസരവും വെട്ടിവൃത്തിയാക്കി തീയിട്ടു. കൂടുതൽ പാമ്പുകൾ പരിസര പ്രദേശങ്ങളിൽ ഉണ്ട് എന്നാണ് നിഗമനം. 2 കുട്ടികൾക്ക് പാമ്പുകടിയേറ്റ സാഹചര്യത്തിൽ മേഖലയിൽ ബോധവൽക്കരണ ക്ലാസ് ഉൾപ്പെടെ നടത്താനാണ് അധികൃതരുടെ തീരുമാനം. ജനം, തൃശൂർ.